കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് നിധി തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് സുനന്ദയെ കാണുന്നുണ്ട്. സുനന്ദയായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ അമ്പലത്തിൽ വരാറുണ്ടോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. വരാറുണ്ട്, അമ്മയ്ക്കും എനിക്കും പൂജകളുണ്ട്. അമ്മയ്ക്ക് എൻ്റെ കല്യാണം നടക്കണമെന്നുള്ള പൂജ, എത്രയും പെട്ടെന്ന് അത് മുടങ്ങണമെന്നുള്ള പൂജ എനിക്കും എന്ന് സുനന്ദ പറയുന്നുണ്ട്. എന്താ ചോദിക്കുകയാണ്, സുഭാഷ് ഏട്ടൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ കല്യാണം ആലോചിച്ച് വന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല, നിധി പറയാണ്, ഞാൻ ആണ് പറഞ്ഞത് നമുക്കൊന്ന് പോയി ആലോചിക്കാമെന്ന്. പക്ഷേ ഇപ്പം തോന്നുന്നു അത് വേണ്ടായിരുന്നെന്ന്. എല്ലാവരും പറയുന്നത് കേട്ടാൽ മതിയായിരുന്നെന്ന് പറയാണ്. അപ്പോൾ നിധി പറയാണ്, ഞാനെന്ത് ചെയ്യാൻ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് കരയാനല്ലേ പറ്റൂ. അപ്പം നിധി പറയാണ്, ഞാൻ സുനന്ദയ്ക്കാണെങ്കിൽ സുഭാഷ് ഏട്ടന് ഇഷ്ടമാണ്. തിരിച്ചും സുഭാഷ് ഏട്ടന് അങ്ങനെ ഒരു ഇഷ്ടമുള്ളതുപോലെ തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹം രണ്ട് വീട്ടുകാരും കൂടെ ചേർന്ന് നടത്തുന്നെങ്കിൽ നടത്തട്ടെ. മാത്രവുമല്ല, അതോടെ ഈ വിരോധമൊക്കെ മാറുമല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ സുനന്ദ പറയാണ്, നിധിയുടെ നല്ല മനസ്സുകൊണ്ട് എൻ്റെ വീട്ടുകാർ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കത്തില്ല. അവർക്കാണെങ്കിൽ സുഭാഷ് ഏട്ടനെ മരുമകനായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ദുബൈക്കാരനെ തന്നെ എനിക്ക് ചെറുക്കനായി കണ്ടുപിടിച്ചേക്കുന്നതെന്ന് സുനന്ദ പറയാണ്. എൻ്റെ ആഗ്രഹവും എൻ്റെ ഇഷ്ടമൊന്നും അവർ നോക്കുന്നില്ല എന്ന് സുനന്ദ സങ്കടത്തോടെ പറയാണ്. അപ്പം നിധി പറയാണ്, അവരാണെങ്കിൽ എൻ്റെ ഇഷ്ടമൊന്നും നോക്കുന്നില്ല. പക്ഷേ സുഭാഷ് ഏട്ടനെ പോലെ ഇത്രയും നല്ലൊരു സ്വഭാവമുള്ള ഒരു ചെറുക്കനെ അവരുടെ മോക്കിനി കിട്ടത്തില്ല. അത് അവർക്ക് അറിയാത്തത് കൊണ്ടാണ് എന്ന് നിധി പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ലളിത വരികയാണ്. എന്താടി നീ ഇവളോട് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ലളിത. അപ്പം സുനന്ദ പറയാണ്, ഒന്നുമില്ല അമ്മ, നിധിയെ അമ്പലത്തിൽ വെച്ച് കണ്ടെന്നേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പം ലളിത പറയാണ്, അമ്പലത്തിൽ വെച്ച് അങ്ങനെ പലരെയും കാണും, എല്ലാവരെയും കാണുന്നവരടുത്തൊക്കെ നീ സംസാരിക്കാൻ നിൽക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്നിട്ട് പറയാണ്, ഇവളാണെങ്കിൽ ആ ഭാഷിൻ്റെ വക്കാലത്തുമായിട്ട് വന്നിരിക്കുക വീട്ടിലേക്ക്. നിനക്ക് നാണമില്ലേടി ആ ഫ്രോഡ് വീട്ടിലേക്ക് എൻ്റെ മോളെ കെട്ടിച്ചേക്കാൻ പറയാൻ? ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ആ വീട്ടിൻ്റെ ഗുണമേന്മ, എന്നിട്ട് നീ എന്നെ പഠിപ്പിക്കാൻ വന്നേക്കുന്നു എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നിധിക്കങ്ങ് ദേഷ്യം വന്നു. നിധി വന്നിട്ട് പറയാണ്, ഞാനേ ആരെയും പഠിപ്പിക്കാൻ വന്നിട്ടുള്ളതല്ല. പിന്നെ ഈ നാട്ടുകാർ ആ വീട്ടിനെക്കുറിച്ച് പറയുന്നത് അതെന്താണെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളെക്കാക്കി എന്തുകൊണ്ടും നല്ല വീട്ടുകാരാണ് അവർ. നിങ്ങളൊക്കെ ചിക്കുന്നുണ്ടല്ലോ ആ വീട്ടിലെ ആൾക്കാർ കൊല്ലത്തില്ലെന്ന്. പക്ഷേ ആ വീട്ടിൽ താമസിക്കുന്ന എൻ്റെ അനുഭവം നല്ലതാണ്, ഇവിടെ ഉള്ളവരെല്ലാം നല്ലതാണെന്ന് പറയണം. അപ്പോൾ ലളിത പറയാണ്, നിനക്കങ്ങനെ തോന്നുമല്ലോ, നീ ആ സുധീഷിൻ്റെ കൂടെ ഇറങ്ങി വന്നില്ലേ, അപ്പോൾ നിനക്ക് അങ്ങനെ തോന്നത്തോളൂ എന്ന് പറയുകയാണ്. കുറച്ചാളെ നിന്ന് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും ആ വീട്ടിൻ്റെ ഗുണം എന്തോന്ന്. അപ്പോൾ നീ തന്നെ ആ വീട്ടിൽ നിന്ന് പൊക്കോളും എന്ന് പറയണം. അങ്ങോട്ടത്തേക്ക് എൻ്റെ മോളെ വലിച്ചിടാൻ നീ നോക്കണ്ട, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി. എൻ്റെ മോളെ ആ വീട്ടിലേക്ക്, നശിച്ച വീട്ടിലേക്ക് വലിച്ചിടാൻ നീ നോക്കണ്ട എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് നിധി പറയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ആ വീട്ടിലുള്ളവരെല്ലാം നല്ലതുമാണ്, എന്നോട് നന്നായിട്ട് പെരുമാറിയിട്ടുള്ളത്. മറ്റുള്ളവർ എന്ത് പറയുന്നില്ലല്ല കാര്യം. പിന്നെ സത്യം ഒരിക്കലും മൂടി വെക്കാൻ പറ്റത്തില്ല, അത് എന്നായാലും പുറത്ത് തന്നെ വരും എന്ന് ലളിത എടുത്ത് പറയാണ്. അപ്പോൾ ലളിതയൊന്നും മിണ്ടില്ല. അപ്പം നിധി പറയാണ്, നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ മോക്ക് വേണ്ടി പൂജയും വഴിപാടായിട്ട് നടക്കുന്നത്. നിങ്ങളുടെ മോളുടെ ആഗ്രഹം എന്താണെന്ന് പോലും നിങ്ങൾക്കറിയത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ മോളുടെയും സുഭാഷ് ഏട്ടൻ്റെയും കല്യാണം നടത്തിയേനെ, ഈ വിവാഹത്തിന് നിങ്ങൾ മുൻകൈ എടുത്ത് നടത്തിയേനെ എന്ന് പറയാണ്. അപ്പം ലളിത പറയാണ്, അങ്ങനെ അവളുടെ ആഗ്രഹം നടക്കണ്ട, അവൾക്ക് പല ആഗ്രഹങ്ങളും ഉണ്ട്, എല്ലാ ആഗ്രഹവും നടക്കണമെന്നില്ലല്ലോ, ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞിട്ട് സുനന്ദയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം നിധി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ സുഭാഷ് ഏട്ടന് വേണ്ടി പെണ്ണാലോചന നന്നായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ സുധീഷും നിധിയും രൂപേഷും സുഭാഷും കൂടെ പെണ്ണ് കാണാൻ പോവുകയാണ്. ഒരു റെസ്റ്റോറൻറ്റിലാണ് പെണ്ണ് കാണാൻ പോകുന്നത്. ആകപ്പാടെ സുഭാഷിന് ഭയങ്കര ടെൻഷൻ. ചെന്നിരുന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പറയാണ്. അപ്പോഴും സുഭാഷ് ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുകയാണ്. അപ്പോൾ രൂപേഷ് പറയാണ്, ഇപ്പോൾ വല്ല പരിപ്പ് വടയോ ഉള്ളി വടയോ എങ്ങനെ ഇടാൻ പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പോൾ എങ്ങനെ ഇടുന്നതെന്ന് കൃത്യമായിട്ട് ഇപ്പം പറഞ്ഞു കൊടുത്തേനെ. AC ഇരിക്കുന്നതിൻ്റെ ഒരു ടെൻഷനാണ് സുഭാഷ് ഏട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ സുധീഷ് പറയാണ്, ഒരു പെണ്ണിനോട് സംസാരിക്കാൻ ഇത്രയും ടെൻഷൻ എന്തിനാ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയാണ്, അതേ സുഭാഷ് ഏട്ടാ ടെൻഷനൊന്നും അടിക്കണ്ട, ഞങ്ങളെല്ലാം ഇല്ലേ. സുഭാഷ് ഏട്ടൻ എന്തെങ്കിലും ആ പെണ്ണിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ആ പെണ്ണ് ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതിന് ഉത്തരം പറയുക. പിന്നെ പെണ്ണ് കാണാനല്ലേ നമ്മൾക്ക് ഇരിക്കുന്നത്, ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം വിവാഹം നടത്തത്തുള്ളല്ലോ. എന്തിനാ സുഭാഷ് ടെൻഷൻ അടിക്കുന്നത്? അപ്പോൾ സുഭാഷ് പറയണ, ടെൻഷനൊന്നും ഇല്ല മോളെ എന്ന് പറയണം. അപ്പോഴത്തേക്ക് അവിടെ എത്തിയെന്നും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി കോൾ ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് സുധീഷ് അങ്ങോട്ട് ചെല്ലുകയാണ്. പറയുന്നുണ്ട് ആ കുട്ടിയുടെ അടുത്ത്, സുധീഷ് അങ്ങോട്ട് ഇറങ്ങി വരുമെന്ന്. അങ്ങനെ സുധീഷ് അങ്ങോട്ട് ചെല്ലുകയാണ്. ചെല്ലുമ്പോഴത്തേക്ക് ഒരു കുട്ടി വരുന്നുണ്ട്, ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് ഒരു കുട്ടി. അത് തന്നെ കാണുമ്പോൾ തന്നെ സുഭാഷ് വീണ്ടും ടെൻഷനിലാവുന്നുണ്ട്. സുഭാഷിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പെൺകുട്ടിയേ അല്ല. സുധീഷ് എന്ന് ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നു. അങ്ങനെ ആ പെൺകുട്ടിയും സുധീഷും കൂടെ വരുന്നുണ്ട്. നേരെ വന്ന് സുഭാഷിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ കണ്ടപ്പോഴേ സുഭാഷിൻ്റെ ടെൻഷൻ കൂടിയിട്ടുണ്ട്. സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കുന്നതിനൊന്നും സുഭാഷ് മറുപടിയും പറയുന്നില്ല. സുഭാഷിനാണെങ്കിൽ ആ പെൺകുട്ടി അത്ര ഇഷ്ടപ്പെട്ടിട്ടുമില്ല. ആ പെൺകുട്ടി സുഭാഷും കൂടെ തമ്മിൽ സംസാരിക്കുകയാണ്.